ഹലോ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായി ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുകയാണ്. കഴിഞ്ഞ ദിവസം എന്നെ ചിന്തിപ്പിച്ച ഒരു പാട്ട്, ഒരു വചനം, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ പാട്ട് ഇങ്ങനെയാണ്: കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. അതെ, ഇസ്രായേൽ മക്കളുമായി യാത്ര പുറപ്പെട്ട മോശ ചെങ്കടലിൻ്റെ മുമ്പിൽ വടി നീട്ടിയപ്പോൾ ചെങ്കടൽ രണ്ടായി പിളർന്ന് അവർ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി എന്ന് വചനത്തിനകത്ത് നാം വായിക്കുന്നു. അതെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ചില സാഹചര്യങ്ങളിലും ചില പ്രതിസന്ധികളിലും ദൈവം നമ്മളോട് പറയുന്നത് വടി നീട്ടുക എന്നാണ്. എന്താണ് വടി? അത് പ്രാർത്ഥനയാണ്. ഏത് സാഹചര്യത്തെയും ഏതവസ്ഥകളെയും മാറ്റുവാൻ കഴിയുന്ന ഒന്നാണ് പ്രാർത്ഥന. വചനത്തിനകത്ത് ഈ വടിയെക്കുറിച്ച്, അതായത് മോശയുടെ വടിയെക്കുറിച്ച്, അത് മുഖാന്തരം നടന്ന അത്ഭുതങ്ങളെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിലൊക്കെ ധാരാളം എഴുതിയിട്ടുണ്ട്. അതെ, വടി നീട്ടിയപ്പോൾ വെള്ളം രക്തമായി തീർന്നതും, വടി നീട്ടിയപ്പോൾ ഇപ്പോൾ നമ്മൾ പാടിയതുപോലെ ചെങ്കടൽ രണ്ടായതും, അങ്ങനെ അനവധി അത്ഭുതങ്ങൾ മോശ വടി നീട്ടിയപ്പോൾ സംഭവിച്ച് നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കുന്നു. എന്നാൽ ഇന്ന് മോശയോട് ദൈവം പറഞ്ഞത് വടി നീട്ടാനാണ്. വടി നീട്ടി പാറയടിച്ചപ്പോൾ പാറയിൽ നിന്ന് വെള്ളം പിളർന്ന് തുറന്നു വന്നെന്ന് വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഏത് സാഹചര്യങ്ങളെയും മാറ്റുവാൻ കഴിയുന്ന ഒന്നാണ് പ്രാർത്ഥന. അതായത് അന്ന് മോശ വടി നീട്ടിയെങ്കിൽ ഇന്ന് നമുക്ക് ദൈവം കാണിച്ചു തന്നിരിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന. നമ്മുടെ ദൈവം പറയുന്ന ഒന്നാണ് പ്രാർത്ഥിക്കുക. അതെ, നിങ്ങൾ അറയിൽ കയറി വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുക. ആ വടിയൊന്ന് നീട്ടിക്കുക. ഈ ദിവസങ്ങളിൽ ഏത് സാഹചര്യവും, പാറയടിച്ചപ്പോൾ വെള്ളം പിളർന്നെങ്കിൽ, തുറന്നു വന്നെങ്കിൽ, ചെങ്കടൽ രണ്ടായെങ്കിൽ, വടി നീട്ടിയപ്പോൾ ചെങ്കടൽ രണ്ടായെങ്കിൽ, നമ്മുടെ സാഹചര്യങ്ങളെയും നമ്മുടെ അവസ്ഥകളെയും ഈ പ്രാർത്ഥനയിലൂടെ മാറ്റാൻ കഴിയും. പ്രാർത്ഥനയെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പെട്ടെന്നൊരു പ്രാർത്ഥിക്കണമല്ലോ അങ്ങനൊരു തോന്നുന്നില്ല. പ്രാർത്ഥന ഒരു സംസാരമാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള വ്യക്തിയോട് നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയുന്നത്, അതാണ് ദൈവവുമായിട്ടുള്ള ബന്ധം, പ്രാർത്ഥന. അതെ, നമുക്ക് ഇഷ്ടമുള്ള വ്യക്തിയോട് നമുക്ക് സംസാരിക്കുന്നത് നമുക്ക് മടുപ്പ് തോന്നാറില്ല, നമുക്ക് ഒരു അലസത തോന്നാറില്ല. ഈ ദിവസങ്ങളിൽ ആ ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദൈവം നമ്മളെ നടത്തും. അതെ, നമ്മുടെ പ്രതിസന്ധികൾക്ക്, നമ്മുടെ പ്രശ്നങ്ങൾക്ക്, നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുന്നതിന് ഒറ്റ ഒരു കാര്യമുള്ളൂ: പ്രാർത്ഥന. പ്രയർ ചേഞ്ച് യുവർ ലൈഫ്. പ്രാർത്ഥന നമ്മളെ മാറ്റും. അതെ, പ്രാർത്ഥന, ദൈവത്തോടുള്ള സംസാരം, അത് വർദ്ധിപ്പിക്കാം. നമ്മുടെ സാഹചര്യങ്ങളെ, നമ്മുടെ ഏതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെ പ്രാർത്ഥനയിലൂടെ മാറ്റാൻ ദൈവത്തിന് കഴിയും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.